വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓൺ വീക്കെൻഡ് അറേബ്യ. ഗൾഫ് ആഭ്യന്തര ടൂറിസം രംഗത്ത് വലിയ ഉണർവാണ് കൈവന്നിരിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും വലിയ തോതിലാണ് സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നത്. UAE അല്ലൈൻ്റെ ഭാഗമായ ജബൽ ഹഫീത്തിലേക്കാണ് അടുത്ത യാത്ര. അബുദാബിയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ കിഴക്കാണ് UAEയുടെ പൂന്തോട്ട നഗരമായ അലൈൻ. UAE രാഷ്ട്രപിതാവ് ഷൈഖ് സായിദിന്റെ ജന്മനാട് കൂടിയായ അലൈന് പ്രത്യേകതകൾ ധാരാളമാണ്. അലൈനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പ്രാന്തഭാഗത്തായി തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതം കാണാം. ഒമാന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജബൽ ഹഫീദ്, ഉരുകുന്ന ചൂടിലും പച്ചപ്പിന്റെ പീലി വിടർത്തി നിൽക്കുന്ന പർവ്വത ശിഖരം. വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമായ ഈ ജബൽ ഹഫീദിന് പറയാൻ കഥകൾ ധാരാളമാണ്. കരിമ്പാറ കണക്ക് നിൽക്കുന്ന ഈ മലമുകളിൽ എങ്ങനെ പച്ചപ്പരവതാനി വിരിച്ചു എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പ്രകൃതി സ്നേഹിയായ രാഷ്ട്രപിതാവ് ഷൈഖ് സയ്യിദ് ബിൻ സുൽത്താന്റെ ആഗ്രഹമായിരുന്നു അലൈനിലെ പ്രതിഷ്ഠയായ ജബൽ ഹഫീദിനെ പച്ചയിൽ മൂടണമെന്നത്. അങ്ങനെ നിരവധി എഞ്ചിനീയർമാരുമായി എത്തിയ അദ്ദേഹം വെള്ളം കണ്ടെത്താനാവാതെ മടങ്ങുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പ്രകൃതി വെള്ളം കനിഞ്ഞരുളി. അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുകയായിരുന്നു. ഒരു അത്ഭുതം കണക്കെ ആ കിണറിൽ നിന്നുള്ള വെള്ളമാണ് 24 മണിക്കൂറും ഈ ഒഴുകുന്നത്. ഒരു പാലസ് ഉണ്ടാക്കി ഷൈഖ് സയ്യിദ് ജബൽ ഹഫീദിന്റെ നിർമ്മിതിക്ക് നേരിട്ട് തന്നെ നേതൃത്വം നൽകുകയായിരുന്നു. കനാൽ വഴി വെള്ളം ഒഴുക്കിവിട്ടും വലിയൊരു തടാകം കൃത്രിമമായി നിർമ്മിച്ചും അങ്ങനെ മലമുകളിൽ ഷൈഖ് സയ്യിദ് അത്ഭുതം സൃഷ്ടിച്ചു. കൃഷിയും വൃക്ഷങ്ങളും തോട്ടവും ജബൽ ഹഫീദിനെ ഹരിതാഭയണിയിച്ചു. സന്ദർശകർക്ക് ഉല്ലസിക്കാനും വിനോദത്തിനുമുള്ള പാർക്കുകളും ഉയർന്നു. 1240 മീറ്റർ ഉയരത്തിൽ വിശാലമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അവിടെ പിറവിയെടുക്കുകയായിരുന്നു. അങ്ങനെ വിദൂര നാടുകളിൽ നിന്ന് UAEയിൽ എത്തുന്നവർക്ക് പോലും ജബൽ ഹഫീദ് സുപരിചിതമാവുകയായിരുന്നു. ഇതിന്റെ നിർമ്മാണകാലത്ത് ഷൈഖ് സയ്യിദ് താമസിച്ചിരുന്ന കൊട്ടാരവും പിന്നീട് പണി കഴിപ്പിച്ച പള്ളിയും കാണാം. ജബൽ ഹഫീദിന്റെ മുകളിലേക്കുള്ള യാത്ര ഹൃദ്യമായ ഒരു അനുഭവമാണ്. 21 വളവുകളുള്ള 11.5 കിലോമീറ്റർ നീണ്ട യാത്ര. ഒരു വയനാടൻ ചുരത്തെ അനുസ്മരിപ്പിക്കുമെങ്കിലും ഇരുവശവും ചുവന്ന ചെങ്കുത്താഴം മാത്രമാണ് കാണാൻ കഴിയുക. ദീർഘകാലം ഈ മലയും നാടും വെള്ളത്തിനടിയിലായിരുന്നോ എന്ന് സംശയിക്കുന്നവർ ധാരാളമാണ്. ഈ കാണുന്ന പുറ്റെടുത്ത മലയും അലൈനിന്റെ പഴയ ചരിത്രത്തെക്കുറിച്ചും നിരവധി പഠനങ്ങളും നടക്കുന്നുണ്ട്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെ മുനമ്പിലെത്തുമ്പോൾ എത്ര ചൂടിലും ഒരു തണുത്ത കാറ്റ് തഴുകിയെത്തും. റെയ്സ് എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗികമായി ഇവിടെയായിരുന്നു ചിത്രീകരിച്ചത്. ഒമാനിന്റെയും UAEയുടെയും അതിരുകൾ പങ്കിടുന്ന ഈ മല സന്ദർശകന് ചെറുതല്ലാത്ത ആനന്ദമാണ് സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിവു ദിനങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ജബൽ ഹഫീദ് തേടിയെത്തുന്നവർ ധാരാളമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ശില്പി മലമുകളിൽ തീർത്ത ഈ വസന്തം സന്ദർശകനെ മാടി വിളിക്കുകയാണ് സഞ്ചാരികളെ ഇതിലേ.